തർക്കങ്ങളിൽ വലയുകയാണ് കോൺഗ്രസ്. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസിനെതിരെ PJ കുര്യന്റെ ആരോപണം, മറുഭാഗത്ത് CV ബാലചന്ദ്രൻ ബൽറാം പോര്. തൃത്താലയിലെ CV ബാലചന്ദ്രൻ VT ബൽറാം തർക്കത്തിൽ നേതൃത്വത്തിന് അതൃപ്തി. തർക്കം അനാവശ്യമാണെന്നും തിരിച്ചടിയാകുമെന്നും വിലയിരുത്തൽ. പ്രശ്നപരിഹാരത്തിന് KPCC ഇടപെടും. KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് ഇന്ന് പാലക്കാട്ടെത്തും. അതേസമയം PJ കുര്യന്റെ വിമർശനങ്ങളിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ ചുട്ട മറുപടിയുമായി രംഗത്തെത്തി. മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്കുള്ള മാർച്ച് വന്ന് കാണാൻ കുര്യനോട് KSU നേതാക്കൾ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷി. എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് അച്ചടക്കത്തിൽ വരുമ്പോഴാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ വെടിമുട്ടും. അപ്പോൾ തൃത്താലയിലാണ് പ്രധാനപ്പെട്ട ഒരു തർക്കമുള്ളത്. അവിടെ CV ബാലചന്ദ്രൻ പക്ഷവും VT ബൽറാം പക്ഷവും എന്നിങ്ങനെ രണ്ടു പക്ഷമായി മാറുന്നു. തൃത്താല എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് നശിപ്പിക്കുമോ ഇരുവരും കൂടി? അങ്ങനെയാണോ KPCCയുടെ വിലയിരുത്തൽ? അരുൺകുമാർ, പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയതയുടെ തുടർച്ചയായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം CV ബാലേന്ദ്രനും VT ബൽറാമും തമ്മിലുള്ള തർക്കത്തെ കാണുന്നത്. നേരത്തെ അവിടെ CV ബാലേന്ദ്രൻ തൃത്താലയിൽ ബൽറാമിനെ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ട് ചില പരിപാടികളൊക്കെ നടത്തിയത് ചർച്ചയായതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ആ പരിപാടികൾ വന്നിരുന്നു. പക്ഷേ ഇരുവരും തമ്മിൽ ഒരു പരസ്യ പോരിലേക്ക് എത്തിയതോടെ മറ്റു നേതാക്കളൊക്കെ അതിൽ നിന്നും മാറി നിൽക്കുകയാണ്. നേരത്തെ CV ബാലേന്ദ്രനാണ് ഈ വിമർശനത്തിന് തുടക്കമിട്ടതെങ്കിലും പിന്നീട് അത് VT ബൽറാം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മിഷൻ 2025 എന്ന വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് KPCCയുടെ പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, പക്വത പാലിക്കേണ്ട നേതാക്കൾ പരസ്പരം കലഹിക്കുന്നത് ഗുണകരമാകില്ല എന്ന അഭിപ്രായമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിന് KPCC ഇടപെടാൻ തയ്യാറെടുക്കുന്നത്. പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് ഇന്ന് പാലക്കാട് എത്തിച്ചേരുന്നുണ്ട്. ബാബുരാജ് ഉൾപ്പെടെ KPCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിച്ചേരും. പ്രധാനപ്പെട്ട നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇനിയും ഈ തർക്കം നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വം അനുവദിക്കില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലം വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുവഴി അതില്ലാതാക്കാൻ മാത്രമേ ഇത്തരം തർക്കങ്ങൾ ഉതകുകയുള്ളൂ എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾക്കൊക്കെ ഉള്ളത്. അതേസമയം തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിനെതിരെ PJ കുര്യൻ ഇന്നലെ നടത്തിയ പരാമർശം, പ്രസംഗവേളയിൽ നടത്തിയ പരാമർശമാണ്. അതെന്തായാലും നേതാക്കളെയൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏറെക്കുറെ PJ കുര്യൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിലുമാണെന്ന് അറിയുന്നു. KSU ഒക്കെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ടല്ലോ, വെല്ലുവിളിക്കുന്നുണ്ടല്ലോ PJ കുര്യനെ. വന്ന് കാണൂ, ദാ വരുന്നു KSUവിന്റെ മാർച്ച് എന്നൊക്കെയാണ് ഫേസ്ബുക്കിലൂടെയുള്ള ആഹ്വാനം. ചുരുക്കത്തിൽ ഒറ്റപ്പെട്ടോ PJ കുര്യൻ? പറഞ്ഞു കുടുങ്ങിയോ റോഷി? PJ കുര്യൻ വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം PJ കുര്യൻ ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമില്ല. കാരണം സാധാരണ കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയൊക്കെ വിമർശിക്കുന്നത് പതിവാണ്. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. ഈ തവണ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെ ഇറങ്ങി PJ കുര്യൻ ചെയ്തതാണ് തെറ്റെന്ന് പറഞ്ഞു. മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC ജോസഫ്, അങ്ങനെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, അതിനു പുറമെ യുവ നേതാക്കൾ, അത് KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ഒന്നടങ്കം ഇറങ്ങി സാമൂഹ്യ മാധ്യമത്തിൽ PJ കുര്യനെതിരെ വിമർശനം ഉയർത്തുകയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് 9ാം വർഷമാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സമരം നടത്തുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മറികടന്നുകൊണ്ട്, പ്രത്യേകിച്ച് നിയമ നടപടികൾ, എത്രയൊക്കെയോ കേസുകൾ പല നേതാക്കൾക്കെതിരെയുമുണ്ട്. ഇപ്പോൾ തന്നെ പലരും ജയിലിനകത്താണ്. അതിനു പുറമെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എല്ലാം മറികടന്ന് സമരരംഗത്ത് ഉറച്ചു നിൽക്കുമ്പോഴാണ് തങ്ങളുടെ ആത്മവിശ്വാസം ചോർത്തുന്ന രീതിയിൽ മുതിർന്ന നേതാവ് PJ കുര്യൻ ഇങ്ങനെ ഒരു വിമർശനം ഉയർത്തിയത് എന്ന ആ തരത്തിലാണ് അവർ അതിന്റെ എതിർപ്പ് ഉയർത്തുന്നത്. ഏതായാലും മുല്ലപ്പള്ളി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തെങ്കിലും പറയണമെങ്കിൽ കുട്ടികളെ വിളിച്ച് പറയാമായിരുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ PJ കുര്യൻ പ്രതിസന്ധിയിലാകില്ല. ശരിയാ. താങ്ക് യു റോഷി. അപ്പോൾ മാത്രമല്ല, ചില നേതാക്കളൊക്കെ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊക്കെ ഈ നേതാക്കന്മാരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂ. PJ കുര്യൻ സാർ, അങ്ങയുടെ മക്കൾ എത്ര പേര് യൂത്ത് കോൺഗ്രസിൽ പോയി സമരത്തിന് അടികൊണ്ട്, KSU പ്രവർത്തനത്തിൽ അടികൊണ്ട്, എത്ര കേസുകളിൽ ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്? എത്ര മുതിർന്ന നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലെയും KSUവിലും ഒരു പാവപ്പെട്ട KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും പ്രവർത്തകർ അടികൊള്ളുന്നത് പോലെ, സമരം ചെയ്യുന്നത് പോലെ തെരുവിൽ കിടന്ന് അടികൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്? വളരെ വിരലിലെണ്ണാവുന്നവർ അത് ഉണ്ടെങ്കിൽ മാത്രം, അല്ലേ? അതൊക്കെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കളെയൊക്കെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കേസ് നടത്താൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് പല ആളുകളും. ആ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും വസ്തുതയാണ് നമ്മുടെ മുന്നിൽ.